കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു പിന്നാലെ രാജസ്ഥാൻ റോയൽസും IPLന്റെ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരഫലം അനുകൂലമായി വന്നതോടെയാണ് രണ്ടു മത്സരങ്ങൾ ബാക്കി നിൽക്കെ റോയൽസ് പ്ലേ ഓഫിലെത്തിയത്. LSGക്കെതിരെ DCയുടെ വിജയമാണ് റോയൽസിന് തുണയായത്. ഹോം ഗ്രൗണ്ടിൽ KL രാഹുലിനും സംഘത്തെയും ഋഷഭ് പന്തിൻ്റെ DC 19 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയം നേരിയ പ്ലേ ഓഫ് സാധ്യത കാത്തുസൂക്ഷിക്കാൻ ഡൽഹിയെ സഹായിച്ചപ്പോൾ LSGയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. പ്ലേ ഓഫിലേക്ക് ഇനി 2 ടിക്കറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. DCയും LSGയും തമ്മിലുള്ള മത്സരശേഷം ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യതകൾ എങ്ങനെയാണെന്ന് നോക്കാം. LSGയുടെ തോൽവി കാരണം 2 ടീമുകളുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നിവരാണ് ഈ ടീമുകൾ. 13 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ് CSK ഉള്ളത്. 7 ജയവും 6 തോൽവികളുമാണ് അവരുടെ അക്കൗണ്ടിലുള്ളത്. ശനിയാഴ്ച RCBയുമായുള്ള അവസാന മത്സരം CSKയ്ക്ക് നോക്കൌട്ടിന് തുല്യമായി മാറിയിരിക്കുകയാണ്. പ്ലേ ഓഫിൽ കിടക്കാൻ CSKയ്ക്ക് അവസാന മത്സരം ജയിക്കുക മാത്രമാണ് ഇനി വേണ്ടത്. RCBയെ പരാജയപ്പെടുത്തിയാൽ 16 പോയിന്റുമായി CSKയ്ക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് എടുക്കാം. ഇതോടെ RCB പുറത്താവുകയും ചെയ്യും. RCBയോട് പരാജയപ്പെട്ടാലും ഇത് 17 റൺസിന് മുകളിൽ മാർജിനിൽ അല്ലെങ്കിൽ CSKയ്ക്ക് പ്ലേ ഓഫ് സാധ്യതയുണ്ട്. കാരണം നെറ്റ് റൺ റേറ്റിൽ അവർ RCBക്ക് മുകളിലാണ്. ശേഷിച്ച മത്സരങ്ങൾ റോയൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകൾ തോറ്റാൽ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനും CSKയ്ക്കാവും. 12 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റോടെ SRHും പ്ലേ ഓഫ് പ്രതീക്ഷയിലാണ്. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള അടുത്ത മത്സരം വിജയിക്കാനായാൽ 16 പോയിന്റ് നേടി SRHനും പ്ലേ ഓഫിൽ കടക്കാം. എന്നാൽ ശേഷിച്ച 2 കളിയിലും പരാജയപ്പെട്ടാലും ഹൈദരാബാദിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ CSKയോട് RCB തോൽക്കുകയാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ ചെന്നൈക്കൊപ്പം ഓറഞ്ച് ആർമിയും പ്ലേ ഓഫിൽ കടക്കും. 13 മത്സരങ്ങളിൽ നിന്നും 6 ജയവും 7 തോൽവിയും അടക്കം 12 പോയിന്റാണ് RCBക്കുള്ളത്. CSKയുമായുള്ള അടുത്ത മത്സരം അവർക്ക് എന്തു വില കൊടുത്തും വിജയിക്കണം. CSKയെ 18 റൺസിനോ റൺ ചേസ് ആണെങ്കിൽ 18.1 ഓവറിലോ RCB തോൽപ്പിക്കണം. അങ്ങനെ സംഭവിച്ചാൽ നെറ്റ് റൺ റേറ്റിൽ അവരെ മറികടക്കാനും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനും RCBക്ക് കഴിയും. പോയിന്റ് പട്ടികയിലെ 5-ാം സ്ഥാനക്കാരായ ഡൽഹി തങ്ങളുടെ ലീഗ് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 14 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റാണ് അവർക്കുള്ളത്. 7 മത്സരങ്ങളിൽ ജയിച്ച DC ശേഷിച്ച 7ലും തോൽക്കുകയും ചെയ്തു. DCക്ക് പല കാര്യങ്ങളും അനുകൂലമായെങ്കിൽ മാത്രമേ ഇനി പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കൂ. ടെക്നിക്കലി പുറത്തായിട്ടില്ലെങ്കിലും ലക്നൗ സൂപ്പർ ജയൻസ് ഇനി പ്ലേ ഓഫിലേക്ക് മുന്നേറാനുള്ള സാധ്യത വളരെ കുറവാണ്. മുംബൈ ഇന്ത്യൻസുമായുള്ള അവസാന കളിയിൽ 150 റൺസിനെങ്കിലും LSGക്ക് വിജയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം SRH ശേഷിച്ച 2 കളികളിലും വൻ മാർജിനിൽ തോൽക്കുകയും ചെയ്താൽ മാത്രം ഒരു ചെറിയ പ്രതീക്ഷയുള്ളൂ.